ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഇന്ന് തമിഴ്നാടിന് മാത്രമല്ല സൗത്ത് ഇന്ത്യക്ക് മുഴുവൻ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്ന് പറയാം. ഇന്ന് നമ്മുടെ സ്വന്തം ദളപതി തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജന്മദിനം. He's a banger who puts enemies on hanger. His name is Danger. He's savior for the common people. സിനിമയിൽ വന്ന് എനിക്ക് റൊമ്പ പിടിച്ച ഫ്രണ്ട് നീ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം കവർന്ന പഴയ പയ്യനിൽ നിന്ന് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ തലൈവനായി മാറിയ ആ മനുഷ്യന്റെ ജേർണി അത് വെറും ഒരു സക്സസ് സ്റ്റോറി മാത്രമല്ല, അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. സോ വെൽക്കം ടു ദി സ്പെഷ്യൽ ബർത്ത്ഡേ ട്രിബ്യൂട്ട്. ചെന്നൈയിൽ ജനിച്ചു വളർന്ന വിജയുടെ അച്ഛൻ ഫിൽം മേക്കറായ എസ് എ ചന്ദ്രശേഖറും അമ്മ പിന്നണി ഗായിക ശോഭയുമാണ്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ആയിരുന്നു വിജയുടേത്. 10ാം വയസ്സിലുണ്ടായ ഒരു ഫാമിലി ട്രാജഡി അനിയത്തി വിധിയുടെ മരണം വിജയെ മാനസികമായിട്ട് തളർത്തി. ഒരുപാട് സംസാരിച്ചിരുന്ന ആ ഒരു കുട്ടി പെട്ടെന്ന് ഭയങ്കര സൈലന്റായി ഷൈ ആയിട്ട് മാറി. പിന്നീട് ആ ഒരു സങ്കടത്തിൽ നിന്നുള്ള എസ്കേപ്പ് കൂടിയായിരുന്നു വിജയ്ക്ക് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ തന്റെ 18ാം വയസ്സിൽ 1992 വിജയ് നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെ മെയിൻ ലീഡ് റോൾ ചെയ്തു. നാളെ തീർപ്പ് എന്നതിന്റെ അർത്ഥം നാളത്തെ വിധി എന്നാണ്. അത് ഡയറക്ട് ചെയ്തത് അച്ഛൻ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു. വിജയുടെ ആദ്യത്തെ സിനിമയും ഈ ഒരു രാഷ്ട്രീയ വിജയവും തമ്മിൽ ഒരു വല്ലാത്ത കോയിൻസിഡൻസ് ഉണ്ട്. അന്ന് അച്ഛൻ എസ് എ ചന്ദ്രശേഖർ മകനെ വെച്ച് ചെയ്ത ആ സിനിമയുടെ പേര് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തമിഴ് ജനത ഇലക്ഷനിലൂടെ വിജയ്ക്ക് അനുകൂലമായ വിധി എഴുതിയപ്പോൾ യാഥാർത്ഥ്യമായി. തമിഴ് രാഷ്ട്രീയത്തിലെ വമ്പന്മാരായ DMK-യെയും AIADMK-യെയും അട്ടിമറിച്ച് വിജയ് ഈ സിംഹാസനത്തിൽ എത്തുമ്പോൾ എനിക്ക് എന്റെ മകന്റെ വിജയത്തിൽ 1% പോലും സംശയമില്ലായിരുന്നു എന്നാണ് അച്ഛൻ SAC ഇപ്പോൾ അഭിമാനത്തോടെ പറയുന്നത്. പക്ഷെ ആദ്യകാലങ്ങളിൽ വിജയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ ക്രിറ്റിസിസം ആയിരുന്നു. വിജയുടെ ആദ്യത്തെ സിനിമ റിലീസ് ആയപ്പോൾ വന്ന മാഗസിൻ റിവ്യൂസ് ഒക്കെ വായിച്ചാൽ ശരിക്കും നമ്മൾ ഞെട്ടും. ഇവൻ എന്താണ് ലുക്കുള്ളത്, അഭിനയിക്കാൻ അറിയില്ല, തടിയൻ എന്നൊക്കെ പറഞ്ഞ് വൻ ബോഡി ഷേമിങ്ങും ട്രോളുകളുമായിരുന്നു. ഇതൊക്കെ ചോദിച്ചവർക്ക് മുന്നിലാണ് അദ്ദേഹം തന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മറുപടി നൽകിയത്. റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് തമിഴ് സിനിമയിലെ അൾട്ടിമേറ്റ് ആക്ഷൻ ഹീറോ ആയി മാറിയ That's what we call a proper comeback. ഗില്ലിയിലെ വേൽ, പോക്കിരിയിലെ തമിഴ്, തുപ്പാക്കിയിലെ ജഗദീഷ്, മാസ്റ്ററിലെ ജെയ്, ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ തകർപ്പൻ ഡാൻസ് സ്റ്റെപ്പുകളും തിയേറ്ററുകളെ അക്ഷരാർത്ഥത്തിൽ പൂരം പറമ്പാക്കിയ തമിഴ് സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് തന്നെയാണ് വിജയ്. പക്ഷെ സിനിമയിലെ ഈ ഒരു വൻ വിജയം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് 2024 കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവി പൂർണ്ണമായും ഉപേക്ഷിച്ച് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. തമിഴക വെട്രി കഴകം TVK എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ പലരും വിചാരിച്ചു ഇത് വെറും ഒരു സിനിമാക്കാരന്റെ രാഷ്ട്രീയ മോഹം മാത്രമാണ് എന്ന്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം നടത്തിയ ഓരോ മൂവ്മെന്റും വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ക്ലീൻ ഇമേജ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ, യുവതലമുറയ്ക്കുള്ള കൃത്യമായിട്ടുള്ള വിഷൻ, ഇതാണ് വിജയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. ഒടുവിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ കാവലാളായി